ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏലാഞ്ചിയാണ്. നമ്മൾ മുട്ടക്കുഴലപ്പം, ലവ് ലെറ്റർ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ഏലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മൊത്തത്തിൽ നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും. ഇനി ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഏലാഞ്ചിയുടെ മാവൊന്ന് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിംഗ് റെഡിയായി കഴിയും. നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മൈദ ദോശയൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാനിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നോൺ സ്റ്റിക്ക് പാൻ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ ചേർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഒരു 10-15 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഡ്രൈ ആയി വരും. ആ ഒരു സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 10-15 സെക്കൻഡ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പാനിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയ ഉടനെ തന്നെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൽ ഫില്ലിങ് നിറച്ചിട്ടൊന്ന് മടക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ടൊന്ന് ഒട്ടിയിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച സൈഡ് നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മടക്കി ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം 2 സൈഡും നമുക്കൊന്ന് മടക്കി കൊടുക്കണം. നമ്മുടെ പഴയ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് മടക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് റോളാക്കി ഒന്ന് മടക്കി എടുക്കാം. ഇപ്പം ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏലാഞ്ചി ഒരെണ്ണം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് മടക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഏലാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.